ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പറയണമെന്നാണ് വിചാരിക്കുന്നത്. സമയം എൻ്റെ നിയന്ത്രണം തിരിച്ചറിയിലാണ്. എപ്പോൾ നിർത്തണമെന്ന് തോന്നിയാലും ശങ്കിക്കരുത്, അപ്പം പറയണം, അപ്പം നിർത്താം. അപ്പോൾ ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ആ ചോദ്യം വളരെ പഴയ ഒരു ചോദ്യമാണ്. എല്ലാ കവികളും സ്വയം ചോദിച്ചിട്ടുള്ള, ഉത്തരം കാണാൻ ശ്രമിച്ചിട്ടുള്ള ചോദ്യമാണ്: ആരാണ് മർത്യൻ? ആ ചോദ്യത്തിനുള്ള ഭാഷാശാസ്ത്രപരമായ ഉത്തരം മൃതി ഉള്ളവനാണ് മർത്യൻ, മരണമുള്ളവനാണ് മർത്യൻ. അപ്പോൾ ബാക്കി ജീവികൾ, ബാക്കി 14.5 ലക്ഷം ഇനം ഉണ്ടെന്നാണല്ലോ സയൻസിന്റെ കണക്ക്. അപ്പോൾ മനുഷ്യന് മാത്രമേ മൃതിയുള്ളൂ, എല്ലാവർക്കും മൃതിയുള്ളൂ. പക്ഷേ മൃതിബോധം, മുക്തിബോധം, മരണബോധം മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതാണ് മറ്റ് ജീവികളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് മനുഷ്യന് മാത്രം മൃതിയുള്ളവൻ എന്ന അർത്ഥത്തിൽ മർത്യൻ എന്നൊരു പര്യായം ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ബോധം ഉണ്ടായത് മുതൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ആലോചന എങ്ങനെ മരിക്കാതിരിക്കാം, എങ്ങനെ മരണത്തെ ജയിക്കാം, എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കാം. അതിൻ്റെ ഭാവനാത്മകമായ ഉത്തരമുള്ള പഴയ മൃതസഞ്ജീവനി, മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ആ സാങ്കല്പികമായ ഔഷധം. അപ്പോൾ ആദ്യകാലം മുതൽ തന്നെ പിന്നീട് ശാസ്ത്രത്തിൻ്റെയും പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രത്തിൻ്റെയും ഏറ്റവും വലിയ ആലോചനകളിലൊന്ന് എങ്ങനെ മരണത്തെ ജയിക്കാം, എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കാം എന്നുള്ളതാണ്. വൈലോപ്പിള്ളിയും എല്ലാ കവികളും ഈ ചോദ്യത്തെ നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളതല്ലേ, എന്തിനാണ് അതെ മരണത്തെ ജയിക്കാൻ പ്രകൃതി തന്നെ മനുഷ്യന് ഒരു സിദ്ധി നൽകിയിട്ടുണ്ട്. മൃതി ജയിക്കാൻ പ്രകൃതി മനുഷ്യൻ നൽകിയിട്ടുള്ള സിദ്ധിയുടെ പേരാണ് സ്മൃതി. സ്മൃതി, മൃതി, ഈ രണ്ട് വാക്കുകൾ വളരെ പ്രധാനമാണ്. ശബ്ദസാമ്യവും വളരെയധികം അർത്ഥവ്യത്യാസമുള്ള രണ്ട് വാക്കുകളാണ് സ്മൃതിയും മൃതിയും. അപ്പോൾ മൃതിയെ ജയിക്കാൻ പ്രകൃതി മനുഷ്യൻ നൽകിയിട്ടുള്ള സിദ്ധിയുടെ പേരാണ് സ്മൃതി. സ്മൃതി കൊണ്ടാണ് ജയിക്കുന്നത്. എന്തിനാണ് മനുഷ്യൻ നന്മ ചെയ്യുന്നത്? നന്മ ചെയ്യാൻ വേണ്ടി മാത്രമാണോ? അതിന് പിന്നിൽ ചെറിയ സ്വാർത്ഥതയില്ലേ? ആർക്കു വേണ്ടിയാണ് നന്മ ചെയ്തത്? അവരുടെ മനസ്സിൽ എന്നും, അവരുടെ ഓർമ്മയിൽ, അവരുടെ സ്മൃതിയിൽ എന്നും നിലനിൽക്കാൻ, അവരുടെ സ്മൃതിയിൽ എനിക്ക് മൃതി ഇല്ലാതിരിക്കാൻ വേണ്ടി കൂടിയല്ലേ മനുഷ്യൻ നന്മ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും നന്മയ്ക്ക് അബോധമായ ഒരു ഉദ്ദേശം. എന്നിട്ട് ചരിത്രം പോലും എന്തിനാണ് മൃതിയിലാണ്ട് പോയ ഭൂതകാലത്തെ സ്മൃതിയിലേക്ക്, ഓർമ്മയിലേക്ക്, ജീവിതത്തിലേക്ക് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ പേരല്ലേ ചരിത്രം. അപ്പൊ ചരിത്രവും മൃതിയെ ജയിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ്. കവിതയും അത് തന്നെയാണ്. വൈലോപ്പിള്ളി അത് കൃത്യമായി കവിതയോട് തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്മൃതി കൊണ്ട് മൃതിയെ ജയിക്കുക? അപ്പൊ താൻ മരിച്ചുപോയ തന്റെ കവിതകളിലൂടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ അനശ്വരനായി നിലനിൽക്കുക എന്നുള്ളൊരു വലിയ മോഹം ഉണ്ടായിരുന്ന കവിയാണ്. കവിതയിലൂടെ പ്രകടിപ്പിച്ച, അതിൽ വിജയിച്ചൊരു കവിയാണ്. മരണം കരിഞ്ഞോതി എന്ന കവിതയിൽ അങ്ങനെ സന്ദർഭം വരുന്നുണ്ട്. മരണം വിളിച്ചപ്പോൾ നായകൻ പിന്നാലെ പോയപ്പോൾ കൂടെ എടുത്തത് കാമുകിയുടെ പ്രണയത്തെക്കുറിച്ചുള്ള സ്മൃതി മാത്രമാണ്. മൃതി എന്ന് വിളിച്ചപ്പോൾ അയാൾ എടുത്തുകൊണ്ട് പോയത്. മൃതിയുടെ പിന്നാലെ നടക്കുമ്പോൾ അയാൾ ആ കാമുകി സ്മൃതി, ആ പ്രണയ സ്മൃതി മുറുക്കാൻ പോലെ വായിലിട്ട് ചവച്ചപ്പോൾ മാമ്പൂമണം ഉണ്ടായി, സുഗന്ധം ഉണ്ടായി. ഉടനെ മരണം പിന്തിരിഞ്ഞ് പോയി, മരണം അയാൾ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ സ്മൃതിയിലൂടെ തന്റെ നായകൻ മൃതിയെ ജയിക്കുന്ന സന്ദർഭം തന്നെ ആ ഒരു കവിതയിൽ വൈലോപ്പിള്ളി അവതരിപ്പിക്കുന്നുണ്ട്. പ്രശസ്തമായ ക്ലാസിക്കുകളിലൊന്നായ കന്നിക്കൊയ്ത്തിൽ ഇതിനെ പറ്റിയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. മൃത്യുവിനാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. അപ്പൊ ജീവിതവും മരണവും തമ്മിൽ വലിയൊരു മൽപ്പിടുത്തം നടക്കുന്നുണ്ട്. ആ മൽപ്പിടുത്തത്തിൽ അവസാനം മരണം ജയിക്കുന്നു, മൃതി ജയിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുക. പക്ഷെ വൈലോപ്പിള്ളി പറയുന്നത് വിജിഗീഷുവായ മരണം ജീവിതത്തിനല്ല, മരണത്തിന് വരുന്ന വിശേഷണത്തിന് പ്രത്യേകതയുണ്ട്. വിജിഗീഷുവാണ്,
മരണം വിജയിച്ചുമാണ്, ജീവിതം വിജയിച്ചുമല്ല. ജീവിതം എത്ര വിജയിക്കാൻ ആഗ്രഹിച്ചാലും മരണത്തിന് മുമ്പിൽ അന്തിമമായി വിജയിക്കാൻ പ്രയാസമാണ്. അപ്പൊ ആ സംഘർഷത്തിൽ മരണത്തിന് ജീവിതത്തെ പൂർണ്ണമായും തോൽപ്പിക്കാനാവില്ല. ജീവിതത്തിന്റെ കൊടിപ്പണം ഉയർന്നു തന്നെ നിൽക്കുമെന്നുള്ള ഒരു പ്രത്യാശ തന്റെ ആദ്യ വിശ്വാസമാകാരത്തിൽ ഒരു അടയാളവാക്യം പോലെ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മൃതിയെക്കുറിച്ചുള്ള ഇത് തന്നെയാണ് ആത്മഹത്യ ചെയ്യാതിരിക്കാനും നരഹത്യ ചെയ്യാതിരിക്കാനും തന്നെ സഹായിച്ചത് കവിതയാണെന്ന് വൈലോപ്പിള്ളി മറ്റൊരു കവിതയിലും പറയുന്നുണ്ട്. കവിത ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ താൻ കൊലപാതകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവനോ ആയി മാറുമായിരുന്നു എന്നുള്ള ഒരു ഘടകം. അത്രയേറെ കവിത എങ്ങനെയാണ് മനുഷ്യനെ അതിജീവിക്കാൻ സഹായിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കന്നികൊയ്ത്തിൽ വീണ്ടും പറയുന്നുണ്ട്, നാലും കൂട്ടി മുറുക്കിയ ശേഷം കാലം തുപ്പാൻ പോന്തമ്പലം പോലായി. ഇങ്ങനെ ഒരു ചിത്രമാണ് വൈലോപ്പിള്ളി വരയ്ക്കുന്നത്. ചിത്രകാരൻ കൂടി ഉണ്ടായിരുന്നു, വേറെ ചിത്രകാരന്മാരുണ്ടായിരുന്നു. ഗംഭീര എല്ലാ കവികളും തന്നെയാണ്. അതുകൊണ്ടാണുള്ള കവിതയെ വാങ്മയം എന്ന് പറയുന്നത്. അപ്പോൾ കന്നിപ്പാടത്ത് ഉയർന്നു നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ പ്രായമായ മരിക്കാറായ മുറുക്കാൻ ചണ്ടി പോലെ സ്ത്രീ ചുണ്ടി പറയുകയാണ്, നാലും കൂട്ടി മുറുക്കിയ ശേഷം കാലം ആകുന്ന കാരണവർ തുപ്പാൻ പോകുന്ന തമ്പലം മുറുക്കാൻ ചണ്ടി പോലെയാണ് ആ സ്ത്രീ നിൽക്കുന്നത്. അത്രയേറെ കാലം അവളുടെ സൗന്ദര്യത്തെ, ആയുസ്സിനെ, ബുദ്ധിയെ, ഓർമ്മയെ, ശേഷിയെ ഒക്കെ ഊറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി കുറച്ചു കഴിഞ്ഞാൽ അവൾ തുപ്പിക്കളയും. ആ തുപ്പലാണ് മരണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് ആ സ്ത്രീക്ക് മാത്രമല്ല, മുഴുവൻ മനുഷ്യരും നമ്മളെല്ലാവരും കാലത്തിന്റെ വായിലെ താമ്പൂലമാണ്. കാലം നമ്മളെല്ലാവരെയും മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുറുക്കൽ താൻ ജീവിച്ച കാലത്തിന്റെ ഒരു സംസ്കാരം എന്നുള്ള നിലയിൽ ഒരുപാട് കവിതകളിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. കവിത തന്നെ ഒരു മുറുക്കലാണ്. കവിതയിൽ പലതരം മുറുക്കലുണ്ട്. വെറ്റില അടക്കിയ ചുണ്ണാമ്പ് കൂട്ടി മുറുക്കുന്നത് പോലെ അനുഭവവും ഭാഷയും ഭാവവും ദർശനവും ചേർത്ത് ഇങ്ങനെ മുറുക്കി എടുക്കലാണ്, മുറുക്കി ചുവപ്പിക്കലാണ് വൈലോപ്പിള്ളിയുടെ ഒരു വിനോദം. അത് ഭാഷയെ, ഭാവത്തെ വലിച്ചു മുറുക്കലുണ്ട്, ദർശനത്തെ വലിച്ചു മുറുക്കലുണ്ട്. ഒപ്പം തന്നെ മനുഷ്യരാണ് അനുഷ്ഠിച്ചു വരുന്ന മുറുക്കാനും ധാരാളമായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പൊ കവിത തന്നെ ഒരു മുറുക്കലാണ്. അനുഭവവും ഭാഷയും ഭാവനവും ദർശനവും ഒക്കെ കൂട്ടിച്ചേർത്തുണ്ടാകുന്ന ഒരു മുറുക്കലാണ് കവിത എന്നുള്ള ദർശനം തന്നെ പല കവിതകളിലൂടെ വൈലോപ്പിള്ളി വെക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ നമ്മളെല്ലാവരും കാലത്തിന്റെ വായിലെ മുറുക്കാനാണ്. പക്ഷേ കൃഷിക്കാർ, വൈലോപ്പിള്ളിയുടെ കാലത്തുള്ള ആ കൃഷിക്കാർ, അടിയന്മാരും കുടിയന്മാരുമായ കൃഷിക്കാർ രണ്ടു തരത്തിലുള്ള മുറുക്കലിന് വിധേയരാണ്. അവരെല്ലാവരും എല്ലാ മനുഷ്യരെ പോലെ കാലത്തിന്റെ വായിലെ മുറുക്കാൻ ചണ്ടികളാണ്. ഒപ്പം തന്നെ ജന്മിത്വം എന്ന അധികാര വ്യവസ്ഥയുടെ വായിലെ മുറുക്കാൻ ചണ്ടി കൂടിയാണ്. രണ്ടു തരത്തിലും അന്നത്തെ കൃഷിക്കാർ, പാവപ്പെട്ട അവർ ഈ തരത്തിൽ ഇങ്ങനെ ഊറ്റിയെടുക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു ഇരട്ട ദർശനം ആ വരികളിലൂടെ വൈലോപ്പിള്ളി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ ജീവിതം പരാജയമാണ്, നിരാശാഭരിതമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ വൈലോപ്പിള്ളി പറയുന്ന കാര്യം നമ്മളെല്ലാത്തിനെയും വ്യക്തിപരമായി കാണുന്നതുകൊണ്ടാണ്. വ്യക്തിപരമായി കാണുന്നതോടൊപ്പം തന്നെ സാമൂഹികമായി, ചരിത്രപരമായി, ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ പഴയ കാലത്ത് നിന്ന് പുതിയ കാലം ചെല്ലുന്നതോറും മനുഷ്യൻ പുരോഗതിയിലേക്ക് പോവുകയാണെന്നുള്ള ഒരു ദർശനം ഒറ്റയായ ആധുനികളെ പാടുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ അധികമായി ഏകജീവന അനശ്വരനാണെന്നുള്ള വാക്കിന് പ്രത്യേകതയുണ്ട്. നശ്വരമായ ജീവിതത്തെ അനശ്വരമാക്കലാണ് തന്റെ കവിതയിൽ താൻ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദർശനവും അവിടെ വെക്കുന്നുണ്ട്. എന്തിനും പഴകിയ സ്മൃതികളെ മാറ്റിയെടുക്കുന്ന വീര്യമാണ് തന്റെ കവിത എന്ന് സ്മൃതിയെ സംബന്ധിച്ച് ഉള്ളൊരു നിർവചനവും വൈലോപ്പിള്ളി മുന്നോട്ട് വെക്കുന്നുണ്ട്. വൈലോപ്പിള്ളി കവിതകളിൽ ഒരുപാട് ഭാവബദ്ധതകളെ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് കൊടിയടയാളങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം എടുത്ത് ഇടകീറി പരിശോധിക്കാൻ എന്നുള്ളത് പ്രായോഗികമല്ല, എനിക്ക് അസാധ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ വൈലോപ്പിള്ളി കവിതകളുടെ ഭാവബദ്ധതയുടെ കേന്ദ്രമായി ഞാൻ പന്തങ്ങൾ എന്ന കവിതയെ എടുക്കുകയാണ്. ഒരു കവിത എന്ന നിലയിലും വൈലോപ്പിള്ളി ഉപയോഗിച്ച ഒരു ബിംബം എന്നുള്ള നിലയിലും വളരെ പ്രാധാന്യമുള്ളതാണ് പന്തങ്ങൾ. അത് എഴുതിയത് വൈലോപ്പിള്ളിയിലെ ഒരു അധ്യാപകനാണ്. തന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെ നോക്കിയാണ് അദ്ദേഹം പാടിയത്. ചോര തുടിക്കും ചെറുകൈകളെ
വാരോണി മംഗളകന്ധങ്ങൾ എന്ന് തന്നെ മുന്നിരിക്കുന്ന കുട്ടികളെ നോക്കിയാണ് വൈലോപ്പിള്ളി പാടിയത്. അത് കേട്ട കുട്ടികളിൽ ഒരാൾ ഒരു മുല്ലനെഴുതി ആ പന്തം വെച്ചുവാങ്ങുകയും പിന്നീട് വലിയൊരു കവിയായി മാറുകയും ചെയ്തു. അപ്പൊ വൈലോപ്പിള്ളി കുട്ടികൾക്ക് നൽകുന്നത് പന്തമാണ്. അത് ആ പന്തം ഒരു പന്തമല്ല, ആ പന്തത്തിൽ അനേകം പന്തങ്ങളുണ്ട്. ആ പന്തം വെച്ചുവാങ്ങിയ ചിലർ വലിയ ചരിത്രകാരന്മാരായി തീർന്നു. ആ പന്തം വെച്ചുവാങ്ങിയ ചിലർ ശാസ്ത്രജ്ഞന്മാരായി തീർന്നു. ചിലർ സാമൂഹിക പ്രവർത്തകരായി തീർന്നു. ചിലർ നവോത്ഥാന നായകന്മാരായി തീർന്നു. ചിലർ വിപ്ലവകാരികളായി തീർന്നു. അപ്പൊ കവിതയുടെയും ശാസ്ത്രത്തിന്റെയും ചരിത്രത്തിന്റെയും പുരോഗമനത്തിന്റെയും മൂല്യബോധത്തിന്റെയും ഒക്കെ പന്തമാണ് വൈലോപ്പിള്ളി പുതിയ തലമുറയ്ക്ക് നൽകിയത്. കവിത തന്നെ ഒരു പന്തമാണ് എന്നുള്ള ദർശനവും, ഇങ്ങനെ കവിതയെ കുറിച്ചുള്ള ഒരുപാട് ദർശനങ്ങൾ വൈലോപ്പിള്ളി കവിതയെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കാരണം എങ്ങനെയാണ് പന്തം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. കവിത എങ്ങനെയാണ് പന്തം ഉണ്ടാകുന്നത് എന്ന് ആ കവിതയെ തന്നെ നമുക്ക് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. കാരണം അനുഭവത്തെ ഭാവനയുടെ എണ്ണയിൽ മുക്കി ദർശനത്തിന്റെ തിരികൊളുത്തുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യത്തിന്റെ പന്തം പോലെയുള്ള ഒരു ആണിക്കത്തലാണ് കവിത എന്ന് ആ പന്തം എന്ന കവിതയെ നമ്മളിങ്ങനെ മനസ്സിലേക്ക് മുറുക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് ആ പന്തത്തിൽ അനേകം പന്തങ്ങളുണ്ട്, അനേകം വെളിച്ചങ്ങളുണ്ട്. മുല്ലനേഴി മാത്രമല്ല, വൈലോപ്പിള്ളിയുടെ പിന്നാലെ വന്ന എല്ലാ കവികളും ആ പന്തം സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊരു കവി കടമ്മനിട്ടയാണ് ആ പന്തം കടമ്മനിട്ട ചെയ്തത്. ഈറ്റപ്പുലി നോറ്റുകിടക്കും ഈറൻകണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിളരും പുരികം വാതി വളച്ചും നിറായാനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. അപ്പൊ വൈലോപ്പിള്ളി നീട്ടിയ പന്തം കടമനിട്ട ഏറ്റുവാങ്ങി നെഞ്ചത്ത് കുത്തിയ കിരാതനെ കടമനിട്ട വരച്ച് കാണിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു ചിത്രമാണ് അത്. ഇങ്ങനെ വൈലോപ്പിള്ളി കടമനിട്ട മാത്രമല്ല, എല്ലാ കവികളും അത് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈ പന്തത്തിന്റെ വെളിച്ചത്തിൽ വൈലോപ്പിള്ളിയുടെ മുഴുവൻ കവിതകളെയും നമുക്ക് കാണാൻ കഴിയും. ഈ പന്തത്തിന്റെ നാടോടി ഗ്രാമീണ വെളിച്ചത്തിലാണ് വൈലോപ്പിള്ളി തന്റെ മുഴുവൻ കവിതകളും എഴുതിയത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. സഖിന്റെ മകൻ എന്ന കവിതയിലും ഈ പന്തം കാണുന്നുണ്ട്. ഇതുപോലെയുള്ള അനേകം ആളുന്ന പന്തങ്ങളുടെ വെളിച്ചത്തിലാണ് സഖിന്റെ മകൻ എന്ന ആ ക്ലാസിക്കായ കവിതയിലെ ഉത്സവം നടക്കുന്നത്. അങ്ങനെ ആടിക്കത്തുന്ന ആ പന്തങ്ങൾക്കിടയിൽ നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്ന 15 ആനകളിൽ ഒന്നിന്റെ തലയ്ക്ക് ഉള്ളിൽ പുറത്ത് ആളുന്ന പന്തം പെട്ടെന്ന് ഒരു ആനയുടെ ഉള്ളിൽ ആളാൻ തുടങ്ങി. സ്വാതന്ത്ര്യബോധത്തിന്റെ പ്രതിഷേധത്തിന്റെ ഒരു പന്തം ആ ആനയ്ക്കുള്ളിൽ. അതിനെയാണ് നമ്മൾ മതമിളകൽ എന്ന് പറയുന്നത്. അപ്പൊ അതുവരെ ആനയ്ക്ക് മതമിളകുന്ന ആനയുടെ ഓട്ടം കൊണ്ടാണെന്നാണ് മനുഷ്യർ വിചാരിച്ചിരുന്നത്. ആദ്യമായിട്ടാണ് ഒരു കവി വൈലോപ്പിള്ളി മതമിളകുന്ന ആനയുടെ ഉള്ളിലേക്ക് പന്തത്തിന്റെ വെളിച്ചത്തിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് ആനയ്ക്ക് മതമിളകുന്നത് ആനയുടെ ഓട്ടം കൊണ്ടല്ല, നമ്മുടെ ഓട്ടം കൊണ്ടാണ്. ആനയാണ് ശരി, മനുഷ്യനാണ് തെറ്റ് എന്നുള്ള ഒരു പുതിയ ശരിയെ, പഴയ തെറ്റിനെ തിരുത്തുകയും പുതിയൊരു ശരിയെ അവിടെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് വൈലോപ്പിള്ളി. അങ്ങനെ മതമിളകിയ ആനയുടെ ഉള്ളിലേക്ക്, മനസ്സിന്റെ അന്തരാളങ്ങളിലേക്ക് ആ പന്തം നമ്മളെ വെളിച്ചം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പന്തത്തിന്റെ വെളിച്ചത്തിൽ വൈലോപ്പിള്ളി കണ്ടത് മതമിളകിയ ആന പുറമേക്ക് ചെയ്യുന്നത് ഹിംസയാണ്, പക്ഷേ ആനയുടെ ഉള്ളിൽ നിറയെ സ്നേഹമാണ്. ഉള്ളിൽ നിറയെ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നതിലൂടെ ഹിംസയാണ്. അപ്പോൾ അവിടെ സ്നേഹവും ഹിംസയും തമ്മിലുള്ള ഒരു വലിയ സംഘർഷം. അതിനെയാണ് നമ്മൾ ഭ്രാന്ത് എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ ആനയുടെ മതവിളകൽ എന്ന് പറയുന്നത്. പക്ഷേ അതിൽ വലിയ സത്യമുണ്ട്. കാരണം സ്നേഹം എന്ന മൂല്യം ആശാൻ പറഞ്ഞതുപോലെ അത്ര ലളിതവുമല്ല, അതിസങ്കീർണമാണ് സ്നേഹം. സ്നേഹത്തെ പോലെ ഇത്രയും സങ്കീർണമായ ഒരു കാര്യം വേറെ ഉണ്ടോ എന്നാണ് സംശയം. ഇല്ലെങ്കിൽ ലോകം തന്നെ സ്വർഗരാജ്യം പറഞ്ഞിട്ടുണ്ടോ? സ്വർഗരാജ്യം അതെന്നത് വിളിച്ചില്ലാൻ തന്നെ എനിക്ക് പെട്ടെന്ന് അവസാനിക്കാറുണ്ട്. അധ്വാനം പറഞ്ഞു കിട്ടിയല്ലോ. അപ്പോ സ്നേഹം വൈരുദ്ധ്യാത്മകമാണ്. ആശാൻ പറഞ്ഞതുപോലെ ഒട്ടും ലളിതമല്ല എന്നുള്ള ആ പുതിയ സ്നേഹസങ്കല്പം അവിടെ വ്യക്തി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിർഗതകരമെന്നാൽ ഉഗ്രവീര്യം തന്നുടൽ
നിഗ്രഹോത്സവം സ്നേഹവിഗ്രഹമെങ്കിലും ചിത്തം. അപ്പോ പിന്നെ സ്നേഹവിഗ്രഹമാണ് ചിത്തം, മനസ്സ്, പക്ഷെ ചെയ്യുന്നത് മുഴുവൻ നിഗ്രഹമാണ്, ഹിംസയാണ്. അപ്പോ സ്നേഹത്തിൽ ഹിംസ എന്നുള്ള സ്നേഹത്തിന്റെ ഉള്ളിൽ സ്നേഹത്തിന് വിപരീതമായ ഒരു മൂല്യം കൂടി അടങ്ങിയിട്ടുണ്ട്. സ്നേഹം വൈരുദ്ധ്യാത്മകമാണെന്നുള്ള സങ്കീർണമായ ഒരു സ്നേഹസങ്കല്പം, യഥാർത്ഥമായ സ്നേഹസങ്കല്പം വൈലോപ്പിള്ളി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതേ സ്നേഹസങ്കല്പം എന്താണ് വൈലോപ്പിള്ളിയിൽ നിന്ന് പിന്നീടുള്ളവർ സ്വീകരിച്ചത് എന്നുള്ളതിന് ഒരുപാട് തരങ്ങളുണ്ട്. അതിനുത്തരം ഇവിടെയും വരുന്നുണ്ട്. ഈ സ്നേഹമാണ് കടന്നിട്ടായി കാണുന്ന വാടായി വായ്ത്തല പാട്ടായി ആടുന്ന സ്നേഹമായി കോട്ട തകർക്കൂ എന്ന് വൈലോപ്പിള്ളി പാടിയത് ഈ സ്നേഹത്തിന്റെ തുടർച്ചയാണ്. അപ്പൊ എന്താണ് ആധുനികത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 70-കളിലെ ആധുനികത അത് വായ്ത്തല പോലെ മൂർച്ചയുള്ള പാട്ടാണ്. 70-കളിലെ ആധുനികത അത് വരുന്നത് വൈലോപ്പിള്ളിയിൽ നിന്ന് കൂടിയാണ്. ഇനി സ്നേഹം കടന്നിട്ട് പറയുന്നത് ആളുന്ന സ്നേഹമായി കോട്ട തകർക്കൂ. കോട്ട തകർക്കലാണ് വൈലോപ്പിള്ളി ചെയ്തത്, എല്ലാ കവികളും ചെയ്തത്. എങ്ങനെയാണ്? സ്നേഹം കൊണ്ടാണ് കോട്ട തകർക്കേണ്ടത്. അതും ദുർബലമായ സ്നേഹം കൊണ്ടല്ല, ഏകപക്ഷീയമായ സ്നേഹം കൊണ്ടല്ല, ആളുന്ന സ്നേഹം കൊണ്ട് കോട്ട തകർക്കണം. ഇത് വൈലോപ്പിള്ളി കവിതയിൽ കണ്ട നിഗ്രഹോത്സവമായ സ്നേഹം തന്നെയാണ് കടമനിട്ടയിൽ ആളുന്ന സ്നേഹമായി മാറുന്നത്. കടമനിട്ടയിൽ മാത്രമല്ല, നമ്മളിപ്പോൾ പഠിച്ച സച്ചിദാനന്ദനിലും സ്നേഹത്തിന്റെ സങ്കീർണത, വൈരുദ്ധ്യാത്മക കാണുന്നുണ്ട്. അവൻ സ്നേഹിച്ചവർ മറ്റാരെയോ സ്നേഹിച്ചു, അവൻ സ്നേഹിച്ചവർ മറ്റാരെയോ സ്നേഹിച്ചു, അവനെ സ്നേഹിച്ചവർ അവന്റെ സ്നേഹം കിട്ടാതെ. സ്നേഹത്തെ കുറിച്ച് ഇതിലും ലളിതമായി, അതിന്റെ സങ്കീർണത ഇതിലും ലളിതമായി എങ്ങനെ പറയാൻ കഴിയും എന്ന് സച്ചിദാനന്ദൻ പറയുന്നുണ്ട്. വീണ്ടും പറയുന്നുണ്ട് മറ്റൊരു കവിതയിൽ, സ്നേഹം ഇക്കാണുന്നതൊന്നുമില്ല, കാട്ടുപന്നിയെ വേട്ടയാടാൻ വേടൻ കുറിപ്പിക്കുന്ന അമ്പിൻ മുനയിൽ എവിടെയോ ആണത്. സ്നേഹം ഇക്കാണുന്നതൊന്നുമല്ല, കാട്ടുപന്നിയെ വേട്ടയാടാൻ വേടൻ കുറിപ്പിക്കുന്ന അമ്പിൻ മുനയിൽ എവിടെയോ ആണത്. അവിശ്വസനീയമാണ്. കാട്ടുപന്നിയെ വേട്ടയാടാൻ വേടൻ കുറിപ്പിക്കുന്ന അമ്പിൻ മുനയിൽ എങ്ങനെയാണ് സ്നേഹം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ വൈലോപ്പിള്ളി പറഞ്ഞ നിഗ്രഹോത്സവമായ സ്നേഹം തന്നെയാണ് അവിടെ. വീണ്ടും പറയുന്നുണ്ട്, അമ്പിൻമുനയിലാണത്. ഫ്യൂജിയാമയുടെ പനിക്കുന്ന ആത്മാവിൽ എവിടെയോ, ആൽപ്സിൽ, എവറസ്റ്റിൽ, ഗാഗുൽത്തായിൽ ആയിക്കൊള്ളട്ടെ. ഇങ്ങനെ സ്നേഹത്തിന്റെ അനവധി മുഖങ്ങൾ. എന്തിന് മാർക്സിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്? സ്നേഹത്തിന് ചരിത്രത്തിന്റെ കണ്ണുകൾ നൽകിയ മാർക്സ്. എന്താണ് മാർക്സ് ചെയ്തത്? സ്നേഹത്തിന് ചരിത്രത്തിന്റെ കണ്ണുകൾ നൽകുകയാണ്. ഇതിൽ ലളിതമായി മാർക്സിസത്തെ എങ്ങനെ പറ്റി പറയാൻ പറ്റും? സ്നേഹത്തിൽ അധിഷ്ഠിതമായി എങ്ങനെയാണ് മാർക്സിസത്തെ വിശേഷിപ്പിക്കുക? ഇങ്ങനെ വിശേഷിപ്പിക്കാമെന്നാണ് സച്ചിദാനന്ദൻ പറയുന്നത്. അപ്പോ സ്നേഹത്തിന്റെ കണ്ണട വെച്ച ചരിത്രമാണ് മാർക്സിസം എന്നല്ലേ അതിന്റെ അർത്ഥം? ഇങ്ങനെ വൈലോപ്പിള്ളിയുടെ സ്നേഹസങ്കല്പം ആധുനികതയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. പി രാമേന്ദ്രന്റെ മാമ്പഴക്കാലം എറിഞ്ഞിടുന്നാണ് വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിൽ നിന്നല്ലേ? അപ്പൊ വൈലോപ്പിള്ളിയുടെ ആ വെളിച്ചം, ആ പന്തം പല തരത്തിൽ ആധുനികതയിലൂടെ, ആധുനികാനന്തരത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വൈലോപ്പിള്ളിയുടെ പ്രസക്തി. വേണമെങ്കിൽ ഇവിടെ നിർത്താം. കാരണം സ്നേഹം പാകിസ്ഥാനിലെ വൈലോപ്പിള്ളി കവിതയിലെ വേറിട്ടൊരു മുഖമാണ് വർഗീസ് മാഷോടെ അവതരിപ്പിച്ചത്. അടുത്തതായി ഒരു കവിത ഇറക്കാം. കവിത ചൊല്ലുന്നതിന് വേണ്ടി മീന ടീച്ചറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചൊല്ലാൻ പോകുന്ന കവിതയിലെ കുറച്ച് വരികളൊക്കെ നമ്മുടെ കേരളഭാഷ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാലും ഞാനത് പാടുന്നത് വിഷുക്കണി, വൈലോപ്പിള്ളി മാഷെ വിഷുക്കണി എന്ന കവിതയാണ് ഞങ്ങളുടെ. നീളമേറുന്നു ചൂടും നിതരാം ദിനങ്ങൾക്ക് ചൂളയിൽ നിന്നെന്ന പോലടിക്കും കൊടുങ്കാറ്റിൽ നീരിവേർത്തമിരാണു കാണുകയാവാം ഭദ്രേ നീ പകൽക്കിനാവ് പൂഞ്ചോലകൾ വനങ്ങളും. അതു നല്ലത് പക്ഷേ വികരീപരീവയിൽ പുതുവേട്ടാളൻ കുഞ്ഞു
വാടാതെയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൽ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരുല്ലാസങ്ങൾ. ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരുല്ലാസങ്ങൾ. കൂട്ടുകാരോടും കൂടി പാഞ്ഞെത്തി പെറുക്കുന്ന നാട്ടുമാമഴങ്ങൾ തൻ ഭിന്ന ഭിന്നമാസ്വാദം. വയലിൽ കച്ചിപ്പുക മണവും സ്വർഗത്തിലേക്കുയരും വെൺമുത്തപ്പ താടിതൻ ചാഞ്ചാട്ടവും. കശുവണ്ടിതൻ കൊച്ചു കോമാളിച്ചിരിയും കൺമഷി ചിന്നിയ കുന്നിമണി തൻ മന്ദാക്ഷവും. കൺമഷി ചിന്നിയ കുന്നിമണി തൻ മന്ദാക്ഷവും. കടലിൻ മാറത്തുമിന്നുയരും കാറ്റിൽ തെങ്ങിൻ മടലിൽ പച്ചോലകൾ കല്ലോലമിടക്കുമ്പോൾ വെട്ടിയ കുളങ്ങൾ തൻ പഞ്ചാര മണൽത്തിട്ടിൽ വെട്ടവും നിഴലും ചേർന്നലിയും നൃത്തങ്ങളും. ഞാൻ അനുഭവിക്കയാണോർമ്മയിൽ ചുടുവെയിലിൽ സാനന്ദം കളിച്ചാർക്കും തോടത്തൻ ദോഷങ്ങൾക്കും. ചേക്കുകാരുടെ പാട്ടും അമ്മമാരുടെ നേരം പോകും ആ നാടൻ ചക്കിൻ സ്നിഗ്ധമാം ഞരക്കവും. ആ നാടൻ ചക്കിൻ സ്നിഗ്ധമാം ഞരക്കവും. പിന്നെയും ഒന്നുണ്ടു പണ്ടൊരു വേനലിൽ അച്ഛൻ കണ്ണടച്ചൻ വീടെല്ലാം പകലുമിരുണ്ടപ്പോൾ വന്നു ഞാൻ ഭദ്രേ കണി കാണാത്ത കൗമാരത്തിൽ ഖിന്നതയോടെ വിഷുനാളിൽ നിൻ തറവാട്ടിൽ. ഖിന്നതയോടെ വിഷുനാളിൽ നിൻ തറവാട്ടിൽ. അപ്പുറത്തുത്സാഹത്തിലാണ് നിന്നേട്ടൻ ഞാനോ നിഷ്ഫലമെന്തോമായി ചുമ്മറിത്തിരിക്കവേ മിണ്ടാതെയാരോ വന്നൻ കൺമിഴി പൊത്തി കണി കണ്ടാലുമെന്നോതി. കണി കണ്ടാലുമെന്നോതി. ഞാൻ പകച്ചു നോക്കും നേരം എന്തൊരത്ഭുതം. കൊന്ന പൂങ്കുല വാരിച്ചാർത്തി സുന്ദരസ്മിതം തൂകി നിൽക്കുന്നു നീയൻ മുന്നിൽ. സുന്ദരസ്മിതം തൂകി നിൽക്കുന്നു നീയൻ മുന്നിൽ. ലോലമായി വിടർത്ത ഒന്നും അറിയാത്തൊരു കുരുത്തോല പോലെയും പെണ്ണിന്നിത്രമേൽ കുറുമ്പെന്നോ പരിഹാസമോ കൊള്ളാം എന്ന് ഞാൻ ചോദിക്കെ അപരിതാപത്തിനാഴം പെട്ടെന്നു മനസ്സിലായി. ബാഷ്പസങ്കുലമായ കണ്ണുകളോട് അയ്യോ മാപ്പ് എന്ന മരുന്നതോ പ്രാണി നീയൻ കയ്യിൽ ചേർക്കെ ആ വിഷുക്കണി കണ്ടും കൈനീട്ട മേടിച്ചുമെൻ ജീവിതം മുൻകാണാത്ത ഭാഗ്യത്തെയല്ലോ നേടി. മുൻകാണാത്ത ഭാഗ്യത്തെയല്ലോ നേടി. തേനാളും കനിയൊന്നും തിരിഞ്ഞു നോക്കിയിടാതെ ഞാനാകും കുണിഞ്ഞയെ എങ്ങനെ കാമിച്ചു നീ. പിന്നീട് ദുഃഖത്തിന്റെ വർഷങ്ങളും മൗഢ്യം ചിന്നിടും പല മഞ്ഞുകാലവും കടന്നു നാം. പല മഞ്ഞുകാലവും കടന്നു നാം. പിരിയാതെന്നേക്കുമായി കൈപിടിക്കവേ നിന്റെ ചിരിയാൽ വിഷുക്കണിയാടിതൻ വീട്ടിൽ. നിന്റെ ചിരിയാൽ വിഷുക്കണിയാടിതെന്നുമെൻ വീട്ടിൽ. ഒന്നു താനിനി മോഹം കണിവെള്ളരിക്കപ്പോൾ നിന്നുടെ മണിത്തട്ടിൽ തങ്ങുമേ മണിക്കുട്ടൻ. ഒന്നു താനിനി മോഹം കണിവെള്ളരിക്കപ്പോൾ നിന്നുടെ മണിത്തട്ടിൽ തങ്ങുമേ മണിക്കുട്ടൻ. ഏതു ദൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്ന പൂവും. ഏതു ദൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്ന പൂവും.
അടുത്തത് നമ്മുടെ ദർശനയെ കവിതാലപിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. മനീഷ വല്ലപ്പുഴയെ കുറിച്ച് ഏറ്റവും പ്രിയപ്പെട്ടവരെ, വൈലോപ്പിള്ളി കവിതകൾ കേട്ട് വളർന്ന മുന്നിലേടി കവിയായി എന്ന് പറയുന്നത് എൻ്റെ അധ്യാപകരാണ് വർഗീസ് ആന്റണി മാഷ്. വർഗീസ് ആന്റണി മാഷിന്റെ കവിതകൾ കേട്ടാണ് കൊമേഴ്സ് വിദ്യാർത്ഥിനിയായ ഞാൻ മലയാള കവിതകളിലേക്ക് കൂടുതൽ ഇഷ്ടത്തോടെ ചേക്കേറിയത് എന്ന് ഞാൻ ഏത് രീതിയിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മാഷോടൊപ്പമാണ് ഇങ്ങനെ വൈലോപ്പിള്ളി അനുസ്മരണം നടത്തുന്നത് എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വൈലോപ്പിള്ളി കവിതകളുടെ സവിശേഷതകളെ കുറിച്ചല്ല, വൈലോപ്പിള്ളി കവിതയുടെ ജീവിതങ്ങളെ കുറിച്ചാണ്, ഇന്നത്തെയും ജീവിതങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. കാച്ചിക്കുറുക്കിയ കവിതകൾ മലയാളത്തിന് സമ്മാനിച്ച കാൽപ്പനികതയുടെ കലയും മായാലോകവും ഇഷ്ടപ്പെട്ടെങ്കിലും ചുറ്റുപാടും കണ്ട ജീവിതമാണ് വൈലോപ്പിള്ളിയുടെ കവിതകളിൽ നിറഞ്ഞു കാണുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ടീച്ചർ ചൊല്ലിയ ആ കവിതയിലും വരികൾ തന്നെയാണ് ഈ ഏഴ് കാലത്തിലും നമ്മൾ വിഷു സന്ദേശങ്ങളായി കൈമാറുന്നത് എന്നത് തന്നെ വൈലോപ്പിള്ളി കവിതകളുടെ നിലനിൽപ്പ് എടുത്തു കാണിക്കുന്നു. ഒരു കാലത്തെ പകർത്തിവെക്കുക മാത്രമല്ല, വർഷങ്ങൾക്കിപ്പുറവും വായന സാധ്യതയുള്ള നിലവിലെ മനുഷ്യർക്കും സ്വന്തം ജീവിതാനുഭവമെന്ന് തോന്നിപ്പിക്കുന്ന എഴുത്തായിരുന്നു വൈലോപ്പിള്ളിയുടേത്. സത്യസൗന്ദര്യങ്ങളുടെ പരിണയമാണ് കവിതയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. റൊമാൻറ്റിസത്തിന്റെ പളപളപ്പുള്ള കാവ്യഭാഷയോ റിയലിസത്തിന്റെ പരുക്കൻ ഭാഷയോ അല്ല അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. യാഥാർത്ഥ്യത്തിനിണങ്ങുന്ന പൗരുഷ ഭാഷയുടെയും കാൽപ്പനികത്തിനിണങ്ങുന്ന ലാവണ്യ ഭാഷയുടെയും ചാരുതയാർന്ന ചേരുവയാണ് വൈലോപ്പിള്ളി കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. രചനാരീതി ഇത് ദൃശ്യമാകുമ്പോൾ ഏത് കവിയും കാവ്യാസ്വാദകനും കൊതിച്ചു പോരുന്ന കൃത്യമായൊരു കാവ്യഭാഷയാകുന്നു അത്. കവിതയുടെ 100 മേനികളെയുള്ള കാവ്യഭാഷ തുടരെണ്ണാமல் പൊയ്കയല്ല, ജീവിതത്തിന്റെ കടലയെ കവിതത്തിനകത്ത് നശിപ്പാക്കുന്നു ആ കാലത്ത് വ്യക്തമാക്കിയ കവിയായിരുന്നു വൈലോപ്പിള്ളി. ഇന്നും മാവ് വെക്കുമ്പോൾ, കണ്ണിമാങ്ങകൾ പൊഴിയുമ്പോൾ, പിന്നെ മൂത്ത് വിളഞ്ഞ മാങ്ങകളെ കാറ്റ് പൊഴിച്ചിടുമ്പോൾ വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത ഓർക്കാത്തവർ കുറവായിരിക്കും. ജനകീയ കവിതകളിൽ നിന്നും ഇന്നും മുന്നിൽ നിൽക്കുന്ന കവിത ജീവിതം അത്രമേൽ നൈമിഷികമാണെന്നും കടുപിടുത്തങ്ങളെ കുറിച്ചോർത്ത് ഒരു ജന്മം മുഴുവൻ ഉരുത്തിത്തീരേണ്ടി വരുമെന്നും ഓർത്തല്ല ഒരാളും അവരോട് പെരുമാറുന്നത്. മാമ്പു തല്ലി പൊഴിക്കുമ്പോൾ അമ്മ ദേഷ്യപ്പെടുന്നത് നാളെ മാങ്ങയായി അത് പരുവപ്പെടുമ്പോൾ സ്വന്തം കുഞ്ഞിന് തന്നെ നൽകാനാണ്. എന്നാൽ അത്ര ദൂരം കാത്തു നിൽക്കാതെ ആ കുഞ്ഞ് കടന്നു പോവുകയാണ്. ജീവിതം ഇതാ ഈ നിമിഷം ജീവിക്കുക എന്ന് കോവിഡനന്തര കാലത്ത് മാത്രമല്ല പഴയ കാലത്ത് തന്നെ നമുക്ക് കാണിച്ചു തരികയാണ്. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നാളേക്ക് മാറ്റിവെച്ച് അനുഷ്ഠിച്ച് ജീവിച്ച ഒരു തലമുറയ്ക്ക് വെളിച്ചം പകരുന്ന കവിതയായിരുന്നു യഥാർത്ഥത്തിൽ അത്. ഇന്നിപ്പോൾ പൂർവികർ നട്ട മാവിലെയോ പ്ലാവിലെയോ ഫലങ്ങൾ നുകരാൻ നിൽക്കാതെ കുടിയേറുന്ന യുവതയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മരിച്ചുപോയ കുഞ്ഞില്ല മാമ്പഴം നുകരാൻ എന്ന അമ്മ വേരിന്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയാണ് മക്കളും പേരമക്കളും മറുനാട്ടിൽ ജീവിക്കുന്ന വലിയ വീടുകളിലെ മാതാപിതാക്കളും കണ്ടുവരുന്നത്. മറുനാട്ടിലേക്ക് കുടിയേറുന്നത് വർദ്ധിക്കുന്ന ഈ കാലത്ത് പ്രവാസികൾ തന്നെയാണ് നാടിന്റെ നന്മകളെ നെഞ്ചിൽ ചുമക്കുന്നത്. അതൊരു വിരോധാഭാസമായി തോന്നാമെങ്കിലും ആസാം പണിക്കാരെന്ന കവിതയിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇത് തന്നെയല്ലേ. ജീവിത സന്താനത്തെ മറുനാട്ടിൽ തുടരുമ്പോൾ ഹൃദയത്തിൽ നാടിനെ ദുഃഖാതുരയെ ചുമക്കുകയാണ് ഓരോ മലയാളിയും. പണ്ട് കൊളംബ്, ബിലായി, ബോംബെ, മദിരാശി എന്നിവിടങ്ങളിലൊക്കെ ആയിരുന്നു മലയാളിയുടെ കുടിയേറ്റം. എല്ലാം മുളയിൽ കുറിച്ച് ജീവിച്ചിരുന്ന ആ കാലത്ത് അന്നം നേടുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയായിരുന്നു. ദാരിദ്ര്യം കൊടികുത്തി നടക്കുന്ന ആ കാലത്ത് ഏത് നാട്ടിൽ നിന്നാണ് നമുക്ക് 100 മേനികളെന്ന പൊന്നു കിട്ടുക എന്നുള്ള ഒരു യാത്ര. അതുകൊണ്ട് തന്നെയാണ് ജനിച്ച നാടിനെ ശബ്ദിച്ചുകൊണ്ട് ദരിദ്രരായ തൊഴിലാളികൾ പട്ടാളപ്പാറയെ നിർമ്മിക്കാൻ ആസാമിലേക്ക് പോകുന്നത്. കേരളത്തിന്റെ സൗന്ദര്യം അവരുടെ കത്തിയാളുന്ന വിശപ്പ് ശമിപ്പിക്കാൻ ഉതകുന്ന ഒന്നായിരുന്നില്ല. ആസാമിൽ പോയാൽ പരമ സുഖമായ ജീവിതം കിട്ടും എന്നൊന്നും കരുതിയല്ല അവരാരും പോയത്. അധ്വാനത്തിന് കൂടിയും വിശപ്പിന് അന്നവും കിട്ടുമല്ലോ എന്ന് മാത്രമായിരുന്നു വിചാരിച്ചിരുന്നത്. ഇന്നത്തെ യുവതയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. സൗകര്യങ്ങൾ എത്ര പെരുകിയിട്ടും പോരാ എന്നാണെന്ന് പറയുന്നത്. നാട്ടിലേക്ക് തിരിച്ചു വരുന്ന അവരുടെ ചിന്തകൾക്ക് തീവണ്ടിയിൽ കടത്തേറുന്നുണ്ട്. പല നാളായി പിരിഞ്ഞിരുന്ന ജന്മനാട് മറ്റെന്ത്
കാഴ്ചയെക്കാളും പ്രിയതരങ്ങളും അവർ തിരിച്ചറിയുന്നു. ആസാമിൽ പണിക്കുപോയ പണിക്കാർ, കൊക്കുകളും പാറിക്കളിക്കുന്ന പാടങ്ങളും കുന്നിച്ചെരികളിൽ മേഞ്ഞു നടക്കുന്ന കൂട്ടങ്ങളെയും മുടിയുടർത്തിയാടുന്ന കൗങ്ങത്തൈക്കത്തിലൂടെ കുഞ്ചി തൂക്കി നിൽക്കുന്ന വീടുകളെയും പൂത്ത മാവുകളെയും സ്വപ്നം കാണുന്നു. പഴയ കൂട്ടുകാരെയും കാണാൻ കഴിക്കുന്നു. നാട് വിട്ടപ്പോഴാണ് നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് പോലും മാധുര്യമുണ്ടെന്ന് തിരിച്ചറിയുന്നത്. അതെപ്പോഴാണെന്നോ വിശപ്പ് മാറുമ്പോൾ മാത്രം. വിശപ്പ് മാറുമ്പോൾ മാത്രമാണ് നാടിൻ്റെയും മറ്റെന്തിൻ്റെയും സൗന്ദര്യം നമ്മൾ തിരിച്ചറിയുന്നത്. അടിസ്ഥാനപരമായ ഏറ്റവും വലിയ ആവശ്യം വിശപ്പ് തന്നെയാണ്. ഒരു തെങ്ങോ ഒരു വെള്ളവസ്ത്രമോ കണ്ടാൽ പോലും നാടിൻ്റെ സാന്നിധ്യം അവർ അറിയുന്നു. ആസാം പണിക്കാരെന്ന കവിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് നീങ്ങി ഇന്ന് മറുനാട്ടിൽ നിന്നും തൊഴിൽ തേടി നമ്മൾ ബംഗാളികളെന്ന് തമിഴിൽ വിളിക്കുന്നവർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. നമ്മൾ ഈ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നൂറ്റം കൊള്ളുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു അവരും അവരുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടൊന്നും അല്ലെങ്കിലും ഇവിടെ ഇരുന്ന് അവരുടെ നാടിനെ മിസ് ചെയ്യുകയും ഓർക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആസാം പണിക്കർ എന്ന കവിതയും ഇന്നത്തെ കാലത്ത് പ്രസക്തം തന്നെയാണ്. യുഗപരിവർത്തനം എഴുതിയ കവിയാണ് വൈലോപ്പിള്ളി. നാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലോകത്ത് പരിവർത്തനം വരും. അതുകൊണ്ടാണല്ലോ ഒരു കാലത്ത് യുവാക്കളായി നിന്ന് വസന്തങ്ങൾ എന്ന് കുട്ടികൾ എഴുതുന്നത്. ചലനമാണ് ജീവിത സത്യം എന്നായിരുന്നു വൈലോപ്പിള്ളിയുടെ സർക്കാരിനോട് ചലനത്തിലാകാൻ കഴിയില്ലെന്ന് എപ്പോഴും ആഘോഷിച്ച കവി. ബാലകവിതകളും ഖണ്ഡകാവ്യങ്ങളും എഴുതിയിട്ടുണ്ട്. പരിവർത്തനം പലതിനെയും ഉറച്ചുള്ള ബന്ധങ്ങളെ അട്ടിമറിക്കും. വർഗബന്ധങ്ങളെ പുനർനിർവചിക്കും. നമ്മുടെ ശീലങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വിരുദ്ധമായി ലോകം പുനർനിർമ്മിക്കപ്പെടും. പലതും നഷ്ടപ്പെടും. ലോകത്തിന് മാറാതെ നിലനിൽക്കാനാവില്ല എന്നാണ് കവി പറഞ്ഞതെന്ന് വാദിക്കുന്നത്. മുമ്പ് നാം സ്നേഹിച്ചവർ അകന്നോ മൃതിപ്പെട്ടോ വൻ പകയോടെ ചേരി മാറിയോ പോയിപ്പോകുന്നു. ആ മരവിപ്പിന്മീതെ ചവിട്ടി മുന്നേറുന്നു. നാം അറിയാത്തോ ഒട്ടും നമ്മളെ അറിയാത്തവരാണെങ്കിൽ പുതുലോകം സൃഷ്ടിക്കാൻ വരുന്ന കുട്ടികളുടെ കൂടെ ചേർന്ന് നിൽക്കുകയല്ലാതെ അവർക്ക് മനുഷ്യ മഹാസ്നേഹത്തിന്റെ തീപ്പന്തങ്ങൾ കൈമാറുകയല്ലാതെ യുഗപരിവർത്തന യാത്രകൾക്ക് വേറെ വഴിയില്ല എന്നാണ് കവി പറയുന്നത്. മാമ്പഴത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അതേ ആകൃത പിന്നീട് നമ്മൾ കാണുന്നത് സത്യന്റെ മകൻ എന്ന കവിതയിലാണ്. ക്ഷേത്രോത്സവത്തിനിടെ മതം പൊട്ടിയ ആനയുടെ ദുരന്തമാണ് കവി ആവിഷ്കരിക്കുന്നത്. ആനയുടെ പരാക്രമത്തിൽ അനേകം ആളുകൾ കൊല്ലപ്പെട്ട് അമ്പലം യുദ്ധം കാണാവുന്നു. പിറ്റേന്ന് രാവിലെ പട്ടാളക്കാരൻ മരിച്ച ആനയെ വെടിവെച്ചു കൊല്ലുന്നു. എന്നാൽ അതിമനോഹരമായ ഒരു ഭാവന കവിതയിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. മതക്കാടിൽ ഉന്മാദത്തിലായ ആനയുടെ ഭാവനാരൂപം അതിമനോഹരമായാണ് കവി സൃഷ്ടിക്കുന്നത്. ഒടുവിൽ പട്ടാളക്കാരന്റെ വെടിയേറ്റ് ഒരു പുതിയ നിലവിളിയോടെ ആന കുടഞ്ഞു വീഴുമ്പോൾ വായക്കാരന്റെ ഹൃദയത്തിൽ വേദനയോടെ കൊളുത്തു വീഴുകയാണ്. കാടുകൾ വെട്ടി നാടാക്കുമ്പോൾ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മൃഗങ്ങളെയാണ് കുറ്റം പറയുന്നത്. കാടിനെ വെട്ടിത്തെളിച്ച നമ്മളെയല്ല എന്ന കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കാട്ടാനകളെ മെരുക്കി നാട്ടാനകളാകുന്ന ഈ കാലത്ത് ആനകൾ ഇടയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് എന്നുള്ള ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുകൂടി കവിയെ പറയുന്നുണ്ട്. യോവിനെ ഉറപ്പിക്കുമ വിളി കേട്ടോ മണിക്കൂറിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ദൈവം ആരെയും വിളിയേക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൂടെ പറഞ്ഞ് കൊണ്ടിരിക്കേണ്ട അപകടങ്ങൾ തിക്കുനിരക്കിൽപ്പെട്ടുള്ള അപകടങ്ങളൊക്കെ കാണുമ്പോൾ ദൈവം ഉണ്ടായിരുന്നില്ല അതൊക്കെ നടത്തുന്നു എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ആ തോതിലിരിക്കുന്ന ദൈവം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒന്നിനെയും കേൾക്കുന്നില്ലേ എന്ന് കൂടി ചോദിക്കുന്ന പുസ്തകം ആശയം കവിയിൽ മുന്നോട്ട്. ഈ ആനയുടെ സങ്കടം സത്യന്റെ സത്യന്റെ ചെവിയിലേക്കാണ് വന്ന് തുറക്കുന്നത് എന്ന് കൂടി കവി പറയുകയാണ്. എന്നതിൽ നിന്നും ഇന്നത്തെ അരിക്കൊമ്പന്റെ ആ ഒരു അവസ്ഥയിൽ ചേർത്ത് വെക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അരിക്കൊമ്പനെ കുറിച്ച് കഥകളും കവിതകളും എഴുതി ഐക്യപ്പെട്ട ഒരുപാട് പേർ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. അരിക്കൊമ്പനെ നമ്മൾ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏത് കാലത്ത് നിന്നാണ് സത്യന്റെ മകൻ വൈലോപ്പിള്ളി എഴുതിയത്? അത് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് വായിച്ചിരിക്കാം. വൈലോപ്പിള്ളി ചെവി കൊടുത്തത് അടിസ്ഥാന വർഗ്ഗക്കാരുടെയും പണിയാളരുടെയും പ്രശ്നങ്ങൾക്കാണ്. കണ്ണിന് കാക്ക വിഷുക്കൽ അഭിവാദനം എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ആ സഖി നീ എന്നോട് ചേർന്ന് നിൽക്കുക, വിരോധാസമായി പങ്കിടുന്ന ജീവിതം ജീവൻ പോലെ. മുൻപ് നാം സ്നേഹിച്ചവരകന്നോ മൃതിപ്പെട്ടോ വൻ പകയോടെ ചേരി മാറിയോ പോയി പോകുന്നു എന്ന് പാടുന്ന കവി ഇന്നലത്തെ സ്നേഹവും ആദരവും എടുക്കാത്ത നാടകമാകുന്ന ഈ കാലത്ത് തനിക്കും തന്റെ കവിതയ്ക്കും കരുത്തുണ്ടാകാൻ ആശിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യനും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാക്ക എന്ന പക്ഷി ഒരു സൗന്ദര്യപോലെ ആ പക്ഷി ബിംബമാക്കി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. പുലർക്കാലത്തെ കിളിപ്പാട്ടിൽ ഒരിക്കലും കാക്കയുടെ ശബ്ദമായി ഉത്പാദിച്ചിട്ടില്ല. എന്നാൽ ഈ കാക്കയുടെ ശബ്ദത്തിലാണ് ജീവിത പ്രാരാബ്ധങ്ങളിലേക്ക് സാധാരണ മനുഷ്യർ ഉണരുന്നത് എന്നത് ഇന്നും അങ്ങനെ.
എഴുത്തിന്റെ കേന്ദ്രസ്ഥാനത്തേക്ക് സവർണ മുദ്രകളെ തള്ളി മാറ്റി താത്താൻ കടന്നു വരികയാണ് ഈ എഴുത്ത് ഇങ്ങനെ വൈകാരിക പരിസരത്തിൽ നിന്നും വാസ്തവത്തിലെ വികാര പരിസരത്തിലേക്കുള്ള കവിയുടെ ഭാഗം കാലവും ലോകവും മാറുന്നു എന്നതാണ് കണ്ടുപിടി കവിയുടെ ആധാരശില. അതുകൊണ്ട് തന്നെയാണ് ഇന്നും നമ്മൾ ആ കവിതകളെ കണ്ടുപിടിക്കുന്നത്. ചങ്ങാതിപ്രാവ് എന്ന കവിതയിലേക്ക് നമുക്ക് വന്നു നോക്കാം. അത് ഇപ്പോഴും നമ്മൾ കുട്ടികളുടെ കയ്യിൽ ഒരു പേനയോ പെൻസിലോ കണ്ടാൽ അത് സുഹൃത്ത് തന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സുഹൃത്ത് തന്നതാണ് എന്ന് പറഞ്ഞാൽ പല അമ്മമാരും വിശ്വസിക്കില്ല. ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ നീ എടുത്തതാണ് എന്നാണ് മുൻവിധിയോടെയാണ് പെരുമാറുക. ചിലപ്പോൾ തല്ലിയെങ്കിലും ചങ്ങാതിപ്രാവ് എന്ന കവിതയിലും അങ്ങനെ തന്നെയാണ്. സ്വന്തം കുഞ്ഞ് തെറ്റ് ചെയ്തു എന്ന് അമ്മ മുൻവിധിയോടെ കാണുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ ഇത്ര പയറിട്ടു എന്ന് പറഞ്ഞിട്ട് ആ അമ്മ ക്ലിയർ വിശ്വസിക്കാതെ പറയും നീലവണം വറവു തീർന്നപ്പോൾ പയറിത്ര മാത്രമേ കണ്ടതുള്ളൂ, കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലുമമ്മേ, പൊളിയാണിതെല്ലാം ഞാൻ പൊട്ടിയെന്നോർത്തോ, കലി കൊണ്ടു പൊട്ടി ഞാൻ നെഞ്ചി നീളെ, എന്റെ കലി കൊണ്ടു കൊന്നു ഞാൻ പൊന്നുമോളെ, പകതീർന്നു താനേ വറുത്തു ഞാൻ നാഴി, പയറുപ്പു ചേർത്തു വറുത്തപ്പോഴോ മണി പയറൂരി മാത്രമേ കണ്ടതുള്ളൂ, പഴിചാരി കൊത്തി ഞാൻ കൊന്നുപോയല്ലോ, പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോമെന്നുള്ള പരമാർത്ഥമറിയാതെ പൊന്നുമോളെ. ഇപ്പോഴും പലപ്പോഴും പരമാർത്ഥമറിയാതെ അവരെ കുറ്റപ്പെടുത്താൻ, അതിപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഏത് ബന്ധങ്ങൾക്കിടയിലാണെങ്കിലും മുതിരുന്ന ഈ കാലത്ത് പൈനാപ്പിൾ കവിതകൾ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി മനീഷ. അടുത്തതായി കവിതയിന് വേണ്ടി സിന്ധു ഭദ്രയെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ജിനൻ മാഷിൻ്റെ പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് മാഷ് എഴുതിയ പുസ്തകത്തിൽ ഞാനൊരു കവിത അവതരിപ്പിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു. ആ കവിത ചെല്ലാൻ എത്തണമെന്ന് മാഷ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാഷിൻ്റെ ഒരു കവിതയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മാഷിൻ്റെ പുതിയ പുസ്തകത്തിന് എല്ലാവരുടെ ആശംസകളും. മാഷിൻ്റെ ഉടുത്തോലക്കിളി എന്ന കവിത ഒരുപാട് വേദികളിൽ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ളൊരു കവിതയാണ്. അന്നൊന്ന് അത് ചൊല്ലുമ്പോൾ അത് എഴുതിയ ആരെയും അറിയില്ലായിരുന്നില്ല. പിന്നീട് കാവശ്യയിലൂടെ ബാക്കിയുള്ള ക്യാമ്പിൽ വെച്ചാണ് മാഷിനെ ആദ്യമായിട്ട് കാണുന്നത്. ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നത്. പിന്നീട് നിരവധി വേദികളിലൂടെ മാഷിനെ കാണാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു. മാഷിൻ്റെ കവിതകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മാഷ് മണ്ണിനെയും മനുഷ്യനെയും പ്രകൃതിയെയും നമ്മൾക്ക് കാണിക്കുന്ന കവിതകളാണ്. അപ്പോൾ ഞാനിവിടെ ചൊല്ലാൻ പോകുന്ന കവിതയുടെ പേര് തോരാത്ത മഴയോർമ്മ എന്നാണ്. ഒരു മഴ നമ്മൾ ഉണ്ടാക്കുന്നത് പലതരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും. ഈ മഴയോർമ്മയും അത്തരത്തിലുള്ള ഓർമ്മകളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു കവിതയുടെയാണിത്. കവിത തോരാത്ത മഴയോർമ്മ. നടുറോടിലൂടെ നടക്കി കൊടുന്നനെ മഴ വന്നു പെര പെര പെയ്തു. നടുറോടിലൂടെ നടക്കി കൊടുന്നനെ മഴ വന്നു പെര പെര പെയ്തു. നൊടിയിട കൊണ്ടു ചൊടിച്ച മഴ എൻ്റെ ഇടനെഞ്ചിൽ തുടി പൊട്ടി
കുടചൂടി ഇങ്ങനെ നടകൊഴുകി സ്മരണകൾ കുടനീർത്തിയെത്തുന്ന പോലെ ഇടവിട്ട് മഴ ചാറ്റും പെടയൊച്ച പുരമേലെ ചരലുകൾ ചിതറുന്ന പോലെ പുരയിൽ അടുക്കള പുകയിൽ കറിക്കാരോ കടുകു പൊട്ടിക്കുന്ന പോലെ തോരാത്ത മഴയിൽ ഞാൻ നെത്തിടുമ്പോൾ അമ്മ തലതോർത്തുമോർമ്മയാണിപ്പോൾ തോരാത്ത മഴയിൽ ഞാൻ എത്തിടുമ്പോൾ അമ്മ തലതോർത്തുമോർമ്മയാണിപ്പോൾ. താങ്ക് യു. താങ്ക് യു സിന്ധുഭദ്ര. അടുത്തായി വൈലോപ്പിള്ളി ടീമിൽ പുതിയതായി അംഗമായി ചേർന്ന കാവ്യശില്പിയുടെ വൈലോപ്പിള്ളി ടീമിൽ പുതിയതായി അംഗമായി വന്ന ശ്രീ സക്കീർ ഹുസൈൻ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഈ കാവ്യശൈലിയിലെ പുതിയ ഒരു അംഗമാണ്. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കവിത വൈലോപ്പിള്ളിയാണ്. ഒരു വെറ്റില 100 തേച്ചു നീ തന്നാലും ഈ തിരുവാതിരാവ് താമ്പൂലപ്രിയയല്ലോ. ഒരു വെറ്റില 100 തേച്ചു നീ തന്നാലും ഈ തിരുവാതിരാവ് താമ്പൂലപ്രിയയല്ലോ. മഞ്ഞിനാൽ ചൂഴിലും മധുരം ചിരിക്കുന്നു, മഞ്ഞിടം നരചൂടും നമുക്കും ചിരിക്കുക. മാമ്പൂവിൻ നിശ്വാസമേറ്റോർമ്മകൾ മുരളുമ്പോൾ നാം പൂവല്ലി വീണ്ടും ജീവിതമധുമാസം. 30 കൊല്ലം മുമ്പ് നീയും ഈ മന്ദസ്മിത മുഗ്ധയാം പൊന്നാതിരമാതിരിയിരുന്നപ്പോൾ ഇതുപോലൊരു രാവിൽ തൂമഞ്ഞും വെളിച്ചവും മധുമിറ്റിറ്റു നീ മുറ്റത്തെ മാവിൻ ചോട്ടിൽ ആരുമേ കാണാതിരുന്നൊഴിഞ്ഞാലടിയിലെ നാം 100 വെറ്റില തിന്ന പുലരി വരുവോളം. ഇന്ന് മുതുമാവിനോർമ്മയുണ്ടായി പൂക്കാനുണ്ണിതൻ കളിമ്പമൊരു ഞാനും അതിൽ കെട്ടി. ഉറക്കമായോ നേരത്തെയും നീ ഉറങ്ങട്ടെ, ഉറക്കമായോ നേരത്തെയും നീ ഉറങ്ങട്ടെ. ചിരിച്ചു തുള്ളും ബാല്യം ചിന്ത വിട്ടുറങ്ങട്ടെ. പൂങ്കിളി കൗമാരത്തിരിത്തിരിക്കാലം വേണം മാങ്കനികളിൽ നിന്നു മാമ്പൂവിലെത്തിച്ചേരാൻ. വീശുമീ നിലാവിന്റെ വശ്യശക്തിയാലാകാമാശയം എനിക്കിപ്പോൾ തോന്നുന്നു. മുന്നേ പോലെ വന്നിരുന്നാലും നീ ഒഴിഞ്ഞാൽ പടിയിൽ ഞാൻ മന്ദമായി കല്ലോലത്തെങ്ങ പോരാട്ടാം നിന്നെ. ആശയൊന്നെനിക്കിപ്പോൾ തോന്നുന്നു. മുന്നേ പോലെ വന്നിരുന്നാലും നീ ഒഴിഞ്ഞാൽ പടിയിൽ ഞാൻ മന്ദമായി കല്ലോലത്തെ തന്നെ പോരാട്ടാം നിന്നെ. ചിരിക്കുന്നുവോ കൊള്ളാം, യൗവനത്തിൻ്റെതായി കയ്യിരിപ്പുണ്ടും ഇന്നും നിനക്കാ മനോഹരസ്മിതം. അങ്ങനെ ഇരുന്നാലും ഈ ഊഞ്ഞാൽ പടിമേൽ, അങ്ങനെ ഇരുന്നാലും ഈ ഊഞ്ഞാൽ പടിമേൽ തങ്ങിന ചെറുവെള്ളി താലി പോലിരുന്നാലും കൃഷവൻ കൈകൾക്ക് നിന്നുദരം മുന്നെ പോലെ കൃതസംഗതിയായി സ്ഥൂലയായി നീയെങ്കിലും നമ്മുടെ മക്കളിപ്പോൾ നരകുടുംബിനിയായി വൻവഴിയും നഗരത്തിൽ വാഴിയും സ്വപ്നം കാണാം. ആതിരപ്പെണ്ണിനാണാ നമ്പിളി വിളക്കേന്തുമായിരം കൽമണ്ഡപം
നാട്ടിൻപുറം ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിന്റെ വേരുറപ്പിവിടെപ്പോൾ കാണുമോ വേറെങ്ങാനും. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിന്റെ വേരുറപ്പിവിടെപ്പോൾ കാണുമോ വേറെങ്ങാനും. പാൽമഞ്ഞാൽ ചുഴീടിലും പഞ്ഞത്താൽ വിറക്കിലും പാടുന്നു കേട്ടില്ലേ ഈ പാവങ്ങളായ സ്ത്രീകൾ. പച്ചയും ചുവപ്പുമാം കണ്ണുമായി പോരിൻ വേട്ട പക്ഷി പോലതായി പോകുമാ വിമാനവും. ഒരു ദുസ്വപ്നം പോലെ പാഞ്ഞു മാഞ്ഞു പോകുമെന്നാൽ തിരുവാതിര താരത്തീക്കട്ടയെന്നും മിന്നും മാവുകൾ പൂക്കും മാനത്തമ്മിൽ വികസിക്കും. മനുഷ്യർ പരസ്പരം സ്നേഹിക്കും വിഹരിക്കും. ഉയിരിൻ കൊലക്കുടുക്കാക്കാവും അയലിന് ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഉയിരിൻ കൊലക്കുടുക്കാക്കാൻ കയറിന് ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. നന്ദി. നന്ദി സഖ്യൻ. അടുത്തതായി നമ്മുടെ വിശേഷപ്പെട്ട അതിഥിയായി എത്തിയിരിക്കുന്ന അപർണയുടെ മകൾ അതിഥി. നമ്മൾ ഇന്ന് പ്രകാശിപ്പിച്ച പുസ്തകം കാർഷിക മികച്ചൂടെ തന്നിട്ടുണ്ട്. അത് 80 രൂപ വീതം തന്ന് നിങ്ങൾ കൈപ്പറ്റണം. ഒന്നിലേറെ കുട്ടി കഴിച്ചാലും തോന്നുന്നില്ല. അമ്മയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, അത് വായിച്ചിട്ട് പോകും. അതിന്